ഫണ്ണിസ്റ്റ് മൊമെന്റ് സീരീസിലെ മുൻപത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് രസിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ രസിക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ ഉടനെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചലഞ്ചാണ്. ഇതാണ് ചലഞ്ച്. ചലഞ്ച് എസ്പെഷ്യലി മെയ്ഡ് ഫോർ കപ്പിൾസ് ആണ്. അപ്പൊ കപ്പിൾസ് ഈ ചലഞ്ച് എത്ര വൃത്തിയായി ചെയ്തെടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന സംഭവത്തിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ഇത് ചലഞ്ചൊന്നുമല്ല. വിവാഹ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. എന്തായാലും ദൈവം അവന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സകല അനുഗ്രഹങ്ങളും നേർന്നിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തതായി നമ്മളിവിടെ വളരെ സന്മനസ്സുള്ള ഒരു പയ്യനെയാണ് കാണാൻ പോകുന്നത്. തനിക്ക് കിട്ടിയ സമ്മാനം ആ പെൺകുട്ടിയെ കണ്ടപാടെ അവക്ക് കൊടുക്കാനുള്ള അവന്റെ ആ വിശാല മനസ്കഥ, അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവും. അപ്പൂപ്പന്റെ ഒക്കെ വളരെ തന്ത്രപരമായൊരു നീക്കം തന്നെയായിരുന്നത്. വളരെ മികച്ചൊരു തീരുമാനം. ഇതൊക്കെ എന്ത് ബാറ്റ്മാന്റെ മക്കളോ? ഇത് ശരിക്കും ചിരിക്കുന്ന കോമ്പറ്റീഷനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓ, അപാരം മനക്കട്ടി തന്നെ അണ്ണാ. അതൊക്കെ കണ്ടിട്ട് അതിന്റെ അടുത്ത് തന്നെ ഇരുന്ന് അതൊക്കെ തിന്നണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആനിമൽ ക്രോസിംഗ് ഉണ്ട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് പ്രത്യേകിച്ച് ബോർഡും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം. എന്തായാലും ബോർഡ് വെച്ചേക്കുന്നത് വെറുതെ അല്ലാന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. നല്ല ബെസ്റ്റ് ആളെ തന്നെയാണ് അവന്മാര് പന്തെടുക്കാൻ ഏൽപ്പിച്ചത്. ഈ സ്റ്റണ്ടൊക്കെ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇനി വളരെ മികച്ചൊരു സ്റ്റണ്ട് തന്നെ അങ്ങ് കാണാം. മികച്ച സ്റ്റണ്ട് ആകേണ്ടത് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വടി ചതിക്കുമെന്ന് നമ്മളറിഞ്ഞു. പിന്നെ അല്ല, ബോയ് ഹാസ് പ്രയോറിറ്റീസ്. പാട്ടല്ല, ഫോട്ടോ മുഖ്യം.
ആ പേടിച്ചിട്ടൊന്നുമല്ല, ചീറ്റക്ക് കുറച്ച് സ്പേസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഉറങ്ങിക്കിടക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? ഇനി അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണിത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, പത്തേ നാരായണ, വരുമോ ചാരേ നിന്നെ കഥക്കും പാടിയുവെക്കാൻ വരുമോ ചാരേ നിന്നെ ചെന്നി അമലക്ഷണകാലമാരതി സിയാമേ ആശിന്റെ ശ്യാമനടി സിയാമേ അമലടിക്കുന്ന കാലമാരതി സിയാമേ ആശിന്റെ യാമനടി സിയാമേ 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 സിയാ സിയാ സിയാമേ തിങ്കാലിട്ടിട്ട അവൾ വണ്ട പറ്റുക diamond in the sky. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Ready to dance, no, Papa. Opening mouth, ha, ha, ha. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മൾ തുടങ്ങിയത് ഒരിടത്തും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദൂരെ ഒരിടത്തുമാണ്. അതിന് ഇതൊക്കെ ശരിക്കും അതിലുണ്ടോ? ഇവിടെ നമുക്ക് കാണാം, ഈ എഡിറ്റർ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര എഡിറ്റ് ചെയ്തിട്ട് മുഖത്തുള്ള ആ ഒരു പാട് മാത്രം പോകുന്നില്ല. അപ്പൊ പിന്നെ പുള്ളി ഇനി എന്ത് ചെയ്യും? Trời ơi, cái quân què gì vậy? എത്ര രൂപയാണ് സ്ത്രീധനം വാങ്ങിച്ചത്? അച്ഛന് സ്ത്രീധനം എന്തിനടാ? ഒരു നല്ലൊരു സുന്ദരി പെണ്ണിനെ കിട്ടി. അച്ഛാ, ഞാൻ അമ്മയോട് വെച്ച് സ്ത്രീധനം എത്ര കൊടുത്തോ? ആർക്ക്? അച്ഛൻ. എനിക്ക് കുറെ ചീത്ത വിളിയും ഇടിക്കും. അവരത്ര സന്തുഷ്ടമായൊരു ദാമ്പത്യ ജീവിതമാണ് നയിച്ചതെന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മലയാളം ഷോകളിൽ നിന്നുള്ള കുറച്ച് ശുദ്ധാവശ്യമാവാം. നോയിലും അഞ്ജനയും എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ് ആണോ? ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ബികോം പഠിച്ച ആരുമില്ലേ? പഠിച്ചവര് തന്നെ ചുരുക്കമുള്ളൂ. ഭക്ഷ്യവസ്തുക്കളൊക്കെ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ അടച്ചു സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ പറയാറുണ്ട്. ആ ഉപദേശം എന്തായാലും ഇവർ വളരെ നല്ല രീതിക്ക് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവം പാത്രം ഒരു തട്ടിലും അടപ്പ് വേറൊരു തട്ടിലും ആയിരിക്കും. പക്ഷെ എന്തായാലും അവരത് ചെയ്തല്ലോ. మాస్టారు మాస్టారు నా మనసును గెలిచారు. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.